ആര്യതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കോട്ടോ. നമ്മുടെ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാതെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ കളറ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ്. പക്ഷേ ഞാൻ എന്തായാലും കളറ് ചെയ്യുന്നുണ്ട്, പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് കളറ് വേണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞാൻ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളേഴ്സിൽ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ബോട്ടിലിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മിറർ വർക്ക് പോലെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീൻ അതുപോലെ ഈ ബ്ലൂ ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മിററല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ ടൈറ്റിലിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പകരം ബിസ്ക്കറ്റിൻ്റെയും ലേസിൻ്റെയും അതുപോലെ ഇത് കേക്കിൻ്റെയാണ്. ഇതിൻ്റെയൊക്കെ കവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉൾഭാഗം ഇതുപോലെ നല്ല മിറർ പോലെയായിരിക്കും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. ഞാനിപ്പോൾ സർക്കിൾസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. സ്ക്വയറായിട്ട് ഡയമണ്ട് ആയിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ബീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ബീഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വേറെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മിറർ പോലെയുള്ള നമ്മുടെ ആ പാക്കറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 3 സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി സെൻറ്ററിൽ ഒരു മയിൽപ്പീലിയുടെ പോലെയാണ് വരുന്നത്. അവിടെ കുറച്ചും കൂടി ഒരു വലിയ സർക്കിളായിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബീഡ്സിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലേ ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ കടുക് മണികൾ, പരിപ്പ്, വേണമെങ്കിൽ കുരുമുളക് യൂസ് ചെയ്യാം. ആ ഷേപ്പിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൻ്റെ നെക്കിൻ്റെ അവിടെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്ലേ ബോൾസാണ് ഞാനിപ്പോൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മിററിൻ്റെ ചുറ്റും ക്ലേ ബോൾസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ പലതും ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ തന്നെ ക്ലേ ബോൾസ് ചെയ്തു, പിന്നെ അത് എടുത്ത് മാറ്റി, പിന്നെ മസ്റ്റേർഡ് സീഡ്സ് അതുപോലെ ഓരോന്നായിട്ട് ഇട്ട് വരുമ്പോൾ കുറേ നേരം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസ്റ്റേർഡ് സീഡ്സ് ഇതുപോലെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോരോ മസ്റ്റേർഡ് സീഡ്സ് കടുകമണികളായിട്ട് നമ്മൾ വെക്കുമ്പോൾ കുറേ ടൈം എടുക്കും, നമുക്ക് ഭയങ്കര സ്ട്രെയിനായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. ടോപ്പിലത്തെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മയിൽപ്പീലിയുടെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ക്ലേ ബോൾസാണ് അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ഷേപ്പിൽ ആ സൈസിൽ നമുക്ക് കുരുമുളകുണ്ട്, അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തോടത്തൊക്കെ നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലേ ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ സെൻറ്ററിലത്തെ പോർഷൻ മാത്രമാണ് കുറേ ടൈം എടുക്കുന്നത്, ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മറ്റേ 3 ഡിസൈൻ മാത്രമാക്കിയാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ബോട്ടിൽ. സെൻറ്ററിലൊരു വലിയ പീസ് മിറർ വെച്ചിട്ട് ചുമ്മാ അതിൻ്റെ ചുറ്റും ഇതുപോലെ കടുകുമണികളിട്ട് വെച്ചാലും മതി, പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് മിററിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ പരിപ്പാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മിററിൻ്റെ ചുറ്റും ഇതുപോലെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പരിപ്പ് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ലെയറും കൂടി ഞാൻ ആ ക്ലേ ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മയിൽപ്പീലിയുടെ ആ ഒരു ഷേപ്പിലായിട്ട്. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമുക്ക് കടുകുമണികൾ വെതറി കൊടുത്താലും മതി. എന്നാലും ഒരു എക്സ്ട്രാ ലെയറും കൂടി, ഒരു കുഞ്ഞ് ലെയറും കൂടി ക്ലേ ബോൾസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നമുക്കിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കടുകുമണികൾ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇടയിലുള്ള ആ ഗ്യാപ്പുകൾ ഫുള്ള് നമ്മൾ കടുക് മണികൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക് പോവാം. താഴെയുള്ള മിററിൻ്റെ ചുറ്റുമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്ലേ ബോൾസോ കടുകോ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ക്ലേ ബോൾസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അത് മാറ്റുന്നുണ്ട്. പിന്നെ താഴെ നമ്മുടെ പഴയ പോലെ തന്നെ ഗ്ലൂ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കടുക് മണികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ക്ലേ ബോൾസ് റിമൂവ് ചെയ്യാൻ പോവാണ്. അത് വേണ്ടാന്ന് വെച്ചു. ടോപ്പിലും ബോട്ടത്തിലും ഇതുപോലെ കടുക് മണികൾ മാത്രം ആക്കാമെന്ന് വെച്ചു. അവിടെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ആ മിററിൻ്റെ അവിടെ കുറച്ച് പണികളും കൂടി ചെയ്ത് വെച്ചു. കടുക് മണികളും അതുപോലെ ഒരു ക്ലേ ബോളും കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ തന്നെ മതി എന്ന് വെച്ചാൽ ഇവിടെ ഫിനിഷ് ആക്കാം. ഞാൻ ഒരു ലെയറും കൂടി ഇതുപോലെ കുറച്ച് വീതിയിൽ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ക്ലേ ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ക്ലേ ബോൾസിനൊരു മുത്തുകളുടെ ഫീലാണ് കാണുമ്പോൾ, വൈറ്റ് മുത്തുകൾ, കുഞ്ഞു കുഞ്ഞു മുത്തുകളുടെ പോലെ. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫുള്ള് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് കടുക് മണികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കടുക് മണികൾ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി ഏറ്റവും ടോപ്പിൽ, നെക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെയും കടുക് മണികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒട്ടിക്കൽ പരിപാടീസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ മേലെയായിട്ട് ഞാൻ 2 ക്ലേ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെയിൻറ്റിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ എടുത്തിട്ട് ഈ കടുക് മണികൾക്കൊക്കെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മുടെ കടുക് മണികൾ ബ്ലാക്കാണ്, എന്നാലും നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ക്ലേ ബോൾസിൻ്റെ മേലെ വൈറ്റ് കളറും അടിച്ചു കൊടുക്കാം. അപ്പോൾ അതും നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ടാണ്. ഓൾറെഡി അത് വൈറ്റ് കളറാണ്, എന്നാലും ഒരു എടുപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നില്ലേ? അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ കടുക് മണികളൊക്കെ ഗോൾഡൻ ബീഡ്സ് ആക്കി മാറ്റുകയാണ്. അതിനായിട്ട് പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ കളർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പരിപ്പിൻ്റെ മേലെയും ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട്. ആ ഗോൾഡൻ കളർ കൊടുത്തപ്പോൾ ഗോൾഡൻ ബീഡ്സ് പോലെയുണ്ട്. നെക്കിൻ്റെ അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കടുക് മണികൾ ഇട്ട് കൊടുത്ത് അവിടെയും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഏകദേശമൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിച്ചതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തി. മേലെ സൈഡിലായിട്ട് 2 മിററും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മയിൽപ്പീലിയുടെ താഴെയായിട്ടും 2-3 ക്ലേ ബോൾസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. താഴെയും 2 മിറർ എക്സ്ട്രാ ഒട്ടിച്ചു കൊടുത്തു.
അപ്പോൾ അങ്ങനെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആകെ തവിട് പൊടിയെന്ന് പറയാം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആകെ ടയേർഡാവുന്നത്. അല്ലെങ്കിൽ 2-3 ദിവസം എടുത്ത് പതുക്കെ ചെയ്താൽ നല്ല രസമായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ബോട്ടിലാട്ടും കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതാണ് അടുത്ത എപ്പിസോഡിൽ. അതുവരെ നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.